ഒരാൾക്ക് ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കേണ്ടതായ സർവ്വതും നിയന്ത്രിക്കാനായില്ലെങ്കിലും തൻ്റെ നാവെങ്കിലും നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വാക്കുകളുടെ പിഴയാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും കരുതൽ വേണം. പഞ്ചേന്ദ്രിയങ്ങളിൽ മനുഷ്യർക്ക് കൂടുതൽ നിയന്ത്രണമില്ലാത്ത നാവിന് ഏറെ ദുഃഖങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വില്ലമ്പിൽ നിന്ന് ചൊല്ലമ്പ് മനുഷ്യഹൃദയങ്ങളിൽ വേദന കൂടുതൽ സൃഷ്ടിക്കുമെന്നാണ് ആചാര്യന്മാർ നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അളന്നും ആലോചിച്ചും വാക്കുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ആലോചന കൂടാതെയും അവസരോചിതമല്ലാതെയും പ്രയോഗിക്കുന്ന വാക്കുകൾ അനേകം ദുഃഖങ്ങളും അപ്രതീക്ഷിതമായ ആഘാതങ്ങളും വരുത്തിവെക്കും. സ്വന്തം മാനാഭിമാനങ്ങൾ തുടച്ചു നീക്കും. അത്തരം വാക്കുകൾ വിഷമാണെന്ന് ഓർക്കണമെന്നും മഹത് ഗ്രന്ഥങ്ങൾ പറയുന്നു. തുടർന്ന് നമുക്ക് മാർഗദീപമാകുന്ന ഗുരുവചനം കേൾക്കാം. ഏതൊരു ആശയവും നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നതാണെങ്കിൽ സ്വീകരിക്കുക, അല്ല ദുർബലപ്പെടുത്തുന്നതാണെങ്കിൽ അവ നിരാകരിക്കുക. സ്വാമി വിവേകാനന്ദ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാഭരണ ക്ഷമാപണ സ്തോത്രം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നോശക്യം സ്മാർത്തകർമ്മ പ്രതിപദഗഹന പ്രത്യവായാകുലാഖ്യം ശ്രൗതേ വാർത്താ കഥം മേ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ നാസ്ത ധർമ്മേ വിചാര ശ്രവണമനനയോ കിം നിദിധ്യാസിതവ്യം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. നോശക്യം സ്മാർത്തകർമ്മ പ്രതിപദഗഹന പ്രത്യവായാകുലാഖ്യം ശ്രൗതേ വാർത്താ കഥം മേ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ നാസ്ത ധർമ്മേ വിചാര ശ്രവണമനനയോ കിം നിദിധ്യാസിതവ്യം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. സന്ധ്യാ